ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ ഈ 3 RRBകളിൽ നിന്നാണ് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ RRB NTPC എക്സാമിനേഷൻ എഴുതിയത്. ഇതിൽ ഗ്രാജുവേറ്റ് ലെവലിലെ CBT 2 എക്സാമിനേഷൻ കഴിഞ്ഞു. കട്ട് ഓഫ് എത്രയായിരിക്കും? ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ ഈ RRBകളിൽ എത്ര മാർക്ക് വരെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം? നമ്മുടെ കുട്ടികളിൽ നിന്നും അതേപോലെയുള്ള മറ്റു കുട്ടികളിൽ നിന്നും എടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിസിലാണ് ഈ ഒരു ഡേറ്റ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പം എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആ കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് സൂപ്പർ നോട്ട്സ് ശ്രമിക്കുന്നത്. മക്കളെ കൃത്യമായിട്ട് പറയട്ടെ, നമ്മുടെ ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ ഈ 4 RRBകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കട്ട് ഓഫ് ആണ് ഞാനിവിടെ പറയുന്നത്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഒരു 76 റേഞ്ചിൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ 76 2 മാർക്ക് കൂടാം, 2 മാർക്ക് കുറയാം. 74 മുതൽ 78 വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ട്രിവാൻഡ്രമാണ് പരീക്ഷ എഴുതിയതെങ്കിൽ. ചെന്നൈ ആണ് എങ്കിൽ ഒരു 80 റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ചെന്നൈയിൽ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 80 റേഞ്ചിൽ പ്രതീക്ഷിക്കാം. അത് 82 വരെ കൂടാം, അല്ലെങ്കിൽ 78 വരെ കുറയാനും സാധ്യതയുണ്ട്. 78നും 80നും ഇടയിലായിട്ട്, 82നും ഇടയിലായിട്ട് ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ബാംഗ്ലൂർ ആണ് എങ്കിൽ അത് 76 റേഞ്ചിൽ തന്നെയാണ്. 76 എന്നുള്ളത് 78ഓ 74ഓ ആ ഒരു റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മുംബൈ ആണ് എഴുതിയിട്ടുള്ളതെങ്കിലും 76 റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞത് ജനറൽ കാറ്റഗറി ആണ്. ഇനി ഈ ഒരു മാർക്ക് റേഞ്ച് അല്ല എങ്കിൽ തീർച്ചയായും മക്കളെ നിങ്ങൾ RRB NTPC 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 8800-ലധികം വേക്കൻസികളോടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അടുത്തെത്തി നിൽക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന്, കാരണം CBT 2 എഴുതിയ ആളുകളാണ്. ഇനി CBT 1 മാത്രമേ എഴുതിയുള്ളൂ. CBT 2ലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്കുള്ള വലിയ അവസരമാണ് ഇനി 2025 വരാൻ പോകുന്നത്. 26 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും അവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിന് ആരും മടി വിചാരിക്കരുത്. ഇനി നമ്മൾ നേരെ OBC കാറ്റഗറിയിലേക്കാണ് പോകുന്നതെങ്കിൽ ട്രിവാൻഡ്രമാണ് പരീക്ഷ എഴുതിയെങ്കിൽ 74 റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ചെന്നൈ ആണെങ്കിൽ 78 റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബാംഗ്ലൂർ 74, മുംബൈ 74 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? OBC കാറ്റഗറി ആണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഇനി SC കാറ്റഗറി ആണെങ്കിലോ, SC ട്രിവാൻഡ്രം ഏതാണ്ട് ഒരു 67 റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചെന്നൈ ആണെങ്കിൽ ഒരു 73 ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ബാംഗ്ലൂർ 67, മുംബൈ 67 ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ട്രിവാൻഡ്രവും ബാംഗ്ലൂരും മുംബൈയും ഒക്കെ ഏകദേശം ഒരേപോലെയുള്ള ഒരു കോമ്പറ്റീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം ഒരേപോലെയുള്ള ഒരു മാർക്ക് നമ്മളവിടെ പറയുന്നത്. ഇനി ST ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് 63 മാർക്ക് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ചെന്നൈ ആണെങ്കിൽ ഒരു 70 മാർക്ക് നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം. ബാംഗ്ലൂർ ആണെങ്കിൽ 63, മുംബൈ ആണെങ്കിലും 63 റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി EWS കാറ്റഗറി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരു 71 റേഞ്ചിലും, ചെന്നൈ ആണെങ്കിൽ ഒരു 78 റേഞ്ചിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാംഗ്ലൂർ 71, മുംബൈ 71 എന്ന നിലയിൽ EWS കാറ്റഗറിയിലുള്ള ഒരാൾക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിലവിൽ വന്നിട്ടുള്ള ആൻസർ കീ പ്രകാരവും അതേപോലെ തന്നെ കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മക്കളെ NTPCയുടെ 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 8800-ലധികം വേക്കൻസികളോടുകൂടിയാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റണം. ഈ ഒരു മാർക്കിനെ കവച്ച് വെക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NTPCയുടെ CBT 1, CBT ബാച്ച്, പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഇതിന്റെ പേര് യാത്രി ബാച്ച് എന്നാണ്. ഗ്രാജുവേറ്റ് ലെവലിലേക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാച്ചാണ്. ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നവംബർ മാസത്തിലായിരിക്കും. നവംബർ മാസത്തിലാണ് നമ്മൾ നവംബർ 1 കൂടിയിട്ടാണ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രയും സമയമാണ് നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ RRB NTPC CBT 1ഉം CBT 2ഉം കൂടി ചേർത്തിട്ടുള്ള ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ദീപാവലി ഓഫർ അവൈലബിൾ ആണ്. 15% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓഫർ വളരെ പരിമിതമായ സമയത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും RRB NTPC CBT 1 CBT 2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നവംബർ മാസത്തിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 15% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആപ്പ് നേരെ ഡൗൺലോഡ് ചെയ്ത് ദീപാവലി 15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ 8281223366 ഈ നമ്പർ വിളിക്കാം കേട്ടോ. 8281223366 എന്ന നമ്പർ വിളിക്കാം. അല്ല എങ്കിൽ ഈ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചറിയിക്കും. അപ്പോൾ ഇതാണ്
ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ളത്. നിങ്ങൾക്ക് വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുകയാണ്. പഠിച്ചെത്തിയ ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോകരുത്, കട്ടയ്ക്ക് പഠിക്കുക. എല്ലാ സപ്പോർട്ടും നമ്മൾ കൃത്യമായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.